വെൽക്കം ബാക്ക് ടു മീക്കോ വ്ലോഗ്സ്. അപ്പോൾ ഇതെൻ്റെ കല്യാണ കണ്ടന്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, മുടക്കമാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെയാണ് എൻ്റെ വെഡിങ് ഔട്ട്ഫിറ്റ് റെൻ്റ് ഔട്ട് ചെയ്തത്, അതുപോലെ തന്നെ എൻ്റെ ഗ്രൂം, എൻ്റെ ഹസ്ബൻഡ് റെൻ്റ് ഔട്ട് ചെയ്തത്, എവിടെ നിന്നാണ് റെൻ്റ് ഔട്ട് ചെയ്തത്, എത്രയാണ് എക്സ്പെൻസ് ആയിരുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എന്ന കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നമുക്ക് ഈ റെൻറ്റിങ് എന്ന കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പക്ഷെ ഞാൻ കുറച്ച് പർട്ടിക്കുലർ ആയിരുന്നു, എനിക്ക് കുറച്ച് ഭംഗിയുള്ള കിട്ടിയാലേ ഞാൻ റെൻ്റ് ഔട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് തയ്ക്കാൻ കൊടുക്കും. അല്ലാണ്ട് ഡിസൈനർ ബൊട്ടിക്കിൽ പോയി ഒരു ഹൈ എൻഡ് ഗൗൺ അഫോർഡ് ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല, മനസ്സും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കത് പ്രിസർവ് ചെയ്യാൻ പാടായിരിക്കും. അതുപോലെ തന്നെ തിരക്കെടുത്തൊക്കെ 30+, 20+ ഒക്കെ ഡിസൈനർ ഗൗണിന് കസ്റ്റമൈസേഷൻ ആണെങ്കിലും റെഡി ടു വെയർ ആണെങ്കിലും ഞാൻ നോക്കിയെടുത്തൊക്കെ കണ്ടിരുന്നു, which was not reasonable to me, purely to me. ഞാൻ വേറെ ആരെയും ജഡ്ജ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ ബിഗ്ഡിയാണ്, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ മെറ്റീരിയൽസ് എടുക്കായിരുന്നു എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ. പക്ഷേ സെക്കൻഡ് ഓപ്ഷൻ, ഈവൻ ദോ ഐ ലവ് ഡിസൈനിങ്, എനിക്ക് അത്യാവശ്യം ഡിസൈനിങ് സെൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഫാഷൻ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെയ്താൽ പാളാതിരിക്കും, പക്ഷേ പാളാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 50-50 ചാൻസിൽ എൻ്റെ കല്യാണ ദിവസം ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെൻറ്റിങ് ഓപ്ഷൻ ഫസ്റ്റ് പ്ലേസ് ചെയ്തത്. പക്ഷേ എനിക്കിതെല്ലാം ഒരു 10,000 രൂപയുടെ അടിയിൽ എൻ്റെ ഇൻക്ലൂഡിങ് മൈ ബൊക്കെ, എൻ്റെ വെഡിങ് ലുക്ക് എനിക്ക് 10,000-നുള്ളിൽ നിർത്തണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. വിച്ച് ഐ ആക്ച്വലി ഡിഡ്. ഞാൻ അത് ചെയ്തു ഗൈസ്. അധികം നീട്ടാണ്ട്, എനിക്കറിയാം നിങ്ങൾ ഞാൻ ഇവിടെ നിന്നാണ് റെൻറ്റിന് എടുത്തത്, എങ്ങനെയാണ് പോയതെന്നൊക്കെ അറിയാനാണ് ഇരിക്കുന്നതെന്ന്, ഞാൻ ട്രൈ ചെയ്ത ഓപ്ഷൻസ് ഒക്കെ കാണാനാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കല്യാണത്തിനൊരു 2 മാസം മുന്നേ ഫസ്റ്റ് ഞാൻ പോയത് ഞാനും ഹസ്ബൻഡുമായിട്ടാണ്. അപ്പം ഞാനും അവരുമായിട്ട് കൊച്ചിക്കാണ് പോകുന്നത്. ബിക്കോസ് ഇപ്പോൾ കൊച്ചിയിലാണല്ലോ ഫസ്റ്റ് നല്ല ഷോപ്പൊക്കെ വന്നത്, പക്ഷേ എല്ലായിടത്തും ഉണ്ട്. സ്റ്റിൽ കൊച്ചിയിൽ കുറച്ചുകൂടെ കളക്ഷൻ, കുറച്ച് ഷോപ്സ് വിസിറ്റ് ചെയ്തു. ലൈക്ക് ഫിഗ ബൈ ഇവ, പിന്നെ വോ ബ്രൈഡൽസ്, ഏഞ്ചലിക് ബ്രൈഡൽ ബൊട്ടിക്ക്. ഏഞ്ചലിക്കും വോവും ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് അവരെ അപ്രോച്ച് ചെയ്തത്. ദർ ഇസ് എ പേജ് കോൾഡ് ബ്രൈഡൽ റെൻറ്റൽസ് ഓൺ ഇൻസ്റ്റഗ്രാം. ദേ ഹാവ് സച്ച് ബ്യൂട്ടിഫുൾ കളക്ഷൻസ്. കാരണം ഭയങ്കര രസമുള്ള, അതിപ്പോൾ നല്ല റീസണബിൾ ആയിട്ട് ഭയങ്കര രസമുള്ള ഫിഗ ഞാൻ ഡയറക്റ്റ് പോയിരുന്നു, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എനിക്ക് കുറച്ചുകൂടി കളക്ഷൻ ഇഷ്ടപ്പെട്ടത് ഫിഗയാണ്. അപ്പം ഞാൻ ഫിഗയിൽ പോയി 2-3 ഡ്രസ്സസ് ഞാൻ ട്രൈ ചെയ്തു. ഐ ഷോ ഇറ്റ് ഹിയർ. ഫിഗയുടെ കാര്യം, ഫസ്റ്റ് തിങ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അടിപൊളി കസ്റ്റമർ സർവീസ് ആണ്. ഫിഗ ഒന്ന് കസ്റ്റമർ സർവീസ്, സെക്കൻഡ് വൺ ഈസ് എൻ്റെ സാധനം കിട്ടും, ഇൻക്ലൂഡിങ് ക്യാൻ സ്കേർട്ട്, കൈയിടുന്ന ഗ്ലൗസ്, നെറ്റ്, വെയിൽ എല്ലാം A to Z സാധനം നമുക്ക് ഫിഗ ഒരു പാക്കേജ് പോലെയാണ് തന്നെ, വിച്ച് ഈസ് 5 to 3 days ആണ് അവർ ടൈം തരുന്നത്. ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 5,000 ഗൗൺസ് അവിടെ ഉണ്ട്. 5,000 to that levels like 20,000, 18,000 അത്ര ഉള്ള ഗൗൺസ് ഉണ്ട്. പക്ഷേ അത്രയും ഹെവി ഹാൻഡ് വർക്ക് അതിൽ വരുന്നുണ്ട്. പിന്നെ അധികം ആളുകൾ യൂസ് ചെയ്തതായിരിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിഗയിൽ ഡെഫിനറ്റ്ലി ഫ്രഷ് പീസസ് ആണ്, ഓൾമോസ്റ്റ് എല്ലാം ഫ്രഷ് പീസസ് ആണ്. പിന്നെ അത് എല്ലാ സ്റ്റോറിലും ഡ്രൈ ക്ലീൻ ചെയ്താണ് തരുന്നത്. ഞാൻ 2-3 ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഫിഗ വാസ് ഗുഡ് ഓപ്ഷൻ. പക്ഷേ ഞാൻ കുറച്ച് എൻ്റെ ഫീച്ചേഴ്സിൽ ഇൻസെക്യൂർ ആണ്. ബിക്കോസ് എൻ്റെ ആംസിന് അത്യാവശ്യം വണ്ണമുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഓഫ് ഷോൾഡർ വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഓഫ് ഷോൾഡർ വരുന്ന പാറ്റേൺ ഇട്ടപ്പോൾ എൻ്റെ ആംസിന് വണ്ണമുള്ളതുകൊണ്ട് എനിക്കത് ചെറിയ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻ പോയില്ല. ആ പെർട്ടിക്കുലർ പീസ് വാസ് 5,000 വെച്ചിട്ടില്ല. സെക്കൻഡ് വൺ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് എന്നെക്കാളും വലിയ സൈസായിരുന്നു, കാണാൻ ഭംഗിയുണ്ടായിരുന്നു. പുറകിലേക്കൊക്കെ ഭയങ്കര, നമ്മൾ കയ്യിലൊക്കെ നടക്കുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും എന്ന് പറയും. കാരണം അത്ര ടെയിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വെയിലും നല്ല ലെങ്താണ്, കത്രീഡൽ വെയിലിനേക്കാളും വലിയ വെയിൽസാണ്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഞാൻ 2 ട്രൈ ചെയ്തു, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഫിഗ ഞാനിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇൻ കേസ് കുറച്ചുകൂടെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഞാൻ ഫിഗയിലേക്ക് തന്നെ വരാമെന്ന്. കുറച്ച് അലർച്ചില്ലറ സ്റ്റോഴ്സിൽ ഞാൻ പോയി, ഓൺലൈൻ ത്രൂ ഞാൻ ഒത്തിരി അന്വേഷിച്ചു, ഒത്തിരി പേർക്ക് മെസ്സേജ് അയച്ചു. മെയിൻ തിങ് അബൌട്ട് റെൻറ്റൽസ്, എല്ലാവരും നല്ല റെസ്പോൺസീവാണ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അയച്ച മാക്സിമം വിത്തിൻ എ ഡേ തന്നെ അവർ നമുക്ക് റിപ്ലൈ തരും. നമ്മുടെ ക്വയറീസ്, ഏഞ്ചലിക് ബ്രൈഡൽ ബൊട്ടിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ അന്വേഷിച്ചിരുന്നു. വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ടൈം കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ബ്രൈഡൽ റെൻറ്റൽസ് ഇതും ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ അവരെ അന്വേഷിച്ചിരുന്നു. ബ്രൈഡൽ റെൻറ്റൽസിൽ പ്രത്യേകിച്ച് നല്ല റീസണബിൾ ആയിട്ടുള്ള ഗൗൺസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഗൗൺസ് വാസ് ഫോർ 8,000, 7,000. അതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്ത ഡിസൈനർ പീസസ് തന്നെ അവർക്കുണ്ട്. പക്ഷേ ആസ് ഐ മെൻഷൻ ബിഫോർ, എനിക്ക് ഒരു ഓൺലൈൻ ബൊട്ടിക്കായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ പോയില്ല.
എൻ്റെ സൈസ് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ചിലപ്പോൾ എനിക്ക് മീഡിയം ഫിറ്റ് ആവും, ചിലപ്പോൾ എനിക്ക് ലാർജ് ആയിരിക്കും ഫിറ്റ് ആവുന്നത്, ചിലപ്പോൾ മീഡിയം എനിക്ക് ഭയങ്കരമായിട്ട് ബൾക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ട്രാൻസ്പെറൻറ്റ് പോർഷൻ വരുമ്പോൾ നമ്മൾ കുറച്ച് അത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പിന്നെ കുറച്ച് പെർട്ടിക്കുലർ ആണ് ആസ് ഐ മെൻഷൻ ബിഫോർ, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഓപ്ഷൻ പോയില്ല. പക്ഷേ ബ്രൈഡൽ റെനൽസ്, ഏഞ്ചലിക്ക്, ഫിഗ, ഇത് 3 അടിപൊളി ഓപ്ഷൻസ് ആയിരുന്നു. പിന്നെ പോഷ് റെൻ്റൽ ബൊട്ടിക് എന്ന് പറഞ്ഞ് കൊല്ലത്തുണ്ട്, ഇപ്പോൾ അവർ ആലപ്പുഴ തുടങ്ങിയിട്ടുണ്ട്, ഐ തിങ്ക് എറണാകുളത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയും പോയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആ പർട്ടിക്കുലർ ഡേ നമ്മൾ അമ്രേഡിന് ഡ്രസ്സ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അമ്രേഡിന് നമ്മൾ 2 ഇടത്താണ് പോയത്. എടപ്പള്ളിയിൽ തന്നെയുള്ള 2 ഷോപ്സിലാണ്. അത് വേറെ ഒന്നത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. മറ്റത് ഗ്രൂംസ് ഹബ് എന്ന് പറഞ്ഞിട്ടൊരു കടയായിരുന്നു, നമ്മുടെ ലുലുവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. മുന്നേ ഒരിക്കലും ഒരാവശ്യത്തിന് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി 2 സ്യൂട്ട് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് അമ്രേഡിന് ബ്ലൂ ഇടുന്നതോട് ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ബ്ലൂ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ആ ബ്ലൂ സ്യൂട്ടിന് 2500 ആയിരുന്നു, ജസ്റ്റ് 2500. ഒന്ന് ആലോചിച്ച്, നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഇടുന്ന സ്യൂട്ടിന് 2500 റുപ്പീസ് ഉണ്ട്. അത് ഫുള്ളി പാക്ഡ്, അതായത് എല്ലാം ഉണ്ട്. ടൈ ഉണ്ട്, ഇന്നർ വേസ്റ്റ് ഉണ്ട്, പുറത്തിടുന്ന സ്യൂട്ട് ഉണ്ട്, പാൻസ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ കൂടെ 2500. ഹൗ റീസണബിൾ ഇറ്റ് ഈസ് എന്നുവെച്ചാൽ അത്ര അടിപൊളിയല്ലേ, അത്ര റീസണബിൾ ആയിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടാന്നുള്ളത്. അപ്പോൾ അവിടെ ഒരെണ്ണം ട്രൈ ചെയ്തു. വേറൊന്നും കൂടെ ഉണ്ടായിരുന്നു, അത് ഈ സൈഡിലൊക്കെ ഹാൻഡ് വർക്ക് ഉള്ള ടൈപ്പായിരുന്നു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ആൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കല്യാണമാണ്, പക്ഷെ ഞാനല്ലല്ലോ അത് ഇടുന്നത്. അപ്പം അമ്രേഡിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് അതും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ആദ്യം ട്രൈ ചെയ്തു, അതിന് രസമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഒന്നുകൂടെ കറങ്ങി നോക്കിയിട്ട് വരാം, കാരണം നമ്മൾ 2-3 ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് പെർട്ടിക്കുലർലി ആ സ്വഭാവമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് ഡേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആലപ്പുഴ പോയി, എൻ്റെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ ഞാൻ വെച്ചുകൂടെ പോയപ്പോൾ ആലപ്പുഴയിൽ പുതിയതായിട്ട് തുടങ്ങിയ പോഷ് കണ്ടു. അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ 4 ഓപ്ഷൻസേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യൻ ബ്രൈഡൽ ഗൗൺ, ബിക്കോസ് അവർ തുറന്നിട്ടേ ഉള്ളൂ, അതിൻ്റെ കൺസ്ട്രെയിൻസ് ആണ്. പക്ഷേ അതിനകത്ത് എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ഞാനത് ട്രൈ ചെയ്തു നോക്കി. ട്രൈ ചെയ്തപ്പോൾ എനിക്കും ലൈക്ക് ഞാൻ കുറച്ച് ബൾക്കി ശരീരമായിരുന്നു, എന്നിട്ട് കൂടെ എനിക്ക് ഇട്ടപ്പോൾ ഭയങ്കര നല്ല ഷേപ്പിൽ നിന്നും. എന്താ പറയുക, ക്രോഷേ ഡിസൈൻ, കോഴ്സെറ്റ് ഡിസൈൻ, അങ്ങനെ എന്തോ പറയില്ല, ഇങ്ങനെയുള്ള സാധനം അത് ഉള്ളതെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അത് സ്ട്രാപ്ലെസ് ആയിരുന്നു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ സ്വീറ്റ് ഹാർട്ട് പോലെ വന്നിട്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു അതൊക്കെ ഇടാൻ. പക്ഷേ നമ്മൾ കല്യാണം ആകുമ്പോൾ പാരൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ ഒരു ഇതുകൂടെ കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഓപ്ഷൻ അവിടെ വെച്ചു അടുത്ത നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്കിത് ഇഷ്ടപ്പെട്ടു, എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഇറ്റ് വാസ് 200. അതായത് നമ്മുടെ ഗൗണിൻ്റെ ബേസ് പാർട്ട് ഇത്ര ഉണ്ട്, ബാക്കി മാത്രം നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ മതി. ഇത്രയും പോർഷൻ എനിക്ക് വന്നത് 2000 മാത്രം. അതിലൊരു 2000 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണമായിരുന്നു, വിച്ച് ഈസ് റീഫണ്ടബിൾ ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഞാനത് ഇട്ട് നോക്കി, ഞാൻ പിക്ചേഴ്സ് ആഡ് ചെയ്യാം. അത് നെക്സ്റ്റ് ഡേ അവിടെ മെൻസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്രേഡിനോട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ അമ്രേഡിനോട് വീണ്ടും 2-3 ദിവസം, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പോഷ് വന്നു. ഞാൻ അമ്രേഡിനോട് പോഷിൽ വന്നു. അമ്രേഡിന് കുറച്ച് ഗൗൺസ് സ്യൂട്ട്സ് നോക്കി, അതും 1500 തൊട്ടുണ്ടായിരുന്നു നല്ല സ്യൂട്ട്സ്. ഒരു ബ്ലൂ പേസ്റ്റൽ ബ്ലൂ സ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആൾക്ക് കൂടുതൽ ഇഷ്ടമായത് അന്ന് അവിടെ കണ്ടതായിരുന്നു, ഗ്രൂംസ് ഹബിൽ കണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എൻ്റെ അത് ഓർഡർ ചെയ്യാം. ഞാൻ ആ ഡ്രസ്സ് ഇട്ടു, അമ്രേഡിനെ കാണിച്ചു കൊടുത്തു, അമ്രേഡിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അതിന് തന്നെ തീരുമാനിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് ബുക്ക് ചെയ്തു. ആൻഡ് ആ സമയത്താണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണുന്നത്. ഇതാണ് കാരണം. അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാം റീൽസിൽ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ കല്യാണം കഴിക്കാമെന്ന് ഇൻസ്റ്റഗ്രാം അറിയുമ്പോൾ തന്നെ അൽഗോരിതം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ അയച്ചു തരുമല്ലോ. അപ്പോൾ ഞാൻ ഈ സാധനം കണ്ടിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എനിക്ക് റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഡ്രസ്സ് എനിക്ക് കല്യാണത്തിന് 3 ദിവസം മുന്നേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതെങ്ങനെ പോയി അളവെടുക്കും എന്നുള്ള കൺസേൺസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. മെലാഞ്ചിൽ പോയി മെറ്റീരിയൽ എടുക്കാനുള്ളൊരു ചേച്ചിയുണ്ട്, ആശ പറഞ്ഞിട്ട്. ചേച്ചിയുടെ ഒരു ബുട്ടീക്ക് ഉണ്ട്. ചേച്ചിയുടെ പോയി ഞാൻ എൻ്റെ താല്പര്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചി എനിക്ക് അതുപോലെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം സെറ്റായി. അങ്ങനെ ഞാൻ കല്യാണത്തിന് 3 ദിവസം മുന്നേ അത് റെൻറ്റിന് വാങ്ങി ഞാൻ നേരെ തയ്ക്കാൻ കൊടുത്ത ചേച്ചീൻ്റെ അടുത്ത് പോയി അതിട്ട് നോക്കി. ഗൗണെല്ലാം സെറ്റായി. അതുപോലെ തന്നെ അമ്രേഡിൻ്റെ ഗൗണ് നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കാൻ പോയ ദിവസം തന്നെ ഞങ്ങൾ ഗ്രൂം ഷോപ്പിൽ പോയി ഇട്ട് നോക്കി. അപ്പോൾ ഒരു എന്ത് വെച്ചെന്ന് പറയണ്ടേ, എംബ്രോയിഡറി ഗ്രീൻ അല്ല, ഒരു ഡാർക്ക് ഗ്രീൻ, എക്സ്ട്രീംലി ഡാർക്ക് ഗ്രീൻ ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്തത്. ഞാനിപ്പോൾ കാണിക്കുമല്ലോ, ഈ പെർട്ടിക്കുലർ സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലൂ തന്നെയാണ് ഇഷ്ടം.
ഇതിന് 4000 ആയിരുന്നു. റൈറ്റിൻ്റെ അല്ല, പക്ഷേ എനിക്ക് മറ്റേ ബ്ലൂ ആയിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷേ ഇട്ട ടൈയൊക്കെ കൂടി ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു വെറൈറ്റി ഒരു ക്ലാസ്സിലൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ അതും ഫിക്സ് ചെയ്തു. അതിന് 4000 സെയിം ആസ് 2000 സംതിങ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഇതും 23rd നമ്മുടെ കല്യാണം 26th 23rd നമ്മൾ എടുക്കാൻ വരുമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു കൊടുക്കാം. അങ്ങനെയാണ് എൻ്റെ കല്യാണത്തിന് അന്ന് തന്നെ കൊടുക്കുന്നത്. കാരണം ഞാൻ ഒരു ദിവസം എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു. പക്ഷേ എനിക്കത് കല്യാണത്തിന് തൽക്കാലം കൊടുക്കാൻ പറ്റിയില്ല. വളരെ തുച്ഛമായ ഫൈനേ അതുകൊണ്ട് വന്നുള്ളൂ. അത് ഞാൻ അടുത്ത ദിവസം കൊടുക്കുകയും ചെയ്തു. ചെറിയ കറകളൊക്കെ ഇല്ല, ലൈക്ക് നമ്മൾ നടക്കുമ്പോഴുള്ള കറകൾ, അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഡാമേജ് ഉണ്ടായിരുന്നില്ല. ക്യാൻ സ്കേർട്ട് പോലെ എനിക്ക് വെക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾ ഹാപ്പി. എൻ്റെ റെൻ്റ് ഔട്ട് ഭയങ്കര സക്സസ് ആയിരുന്നു. ഹാപ്പിലി ഞാൻ എൻ്റെ കല്യാണത്തിന് റെൻ്റ് ഔട്ടാണ് ചെയ്തത്. എൻ്റെ റെൻ്റ് ഔട്ടഡ് പാർട്ടിന് മാത്രം എനിക്ക് 2200 മാത്രമാണ് ആയത്. പിന്നെ അങ്ങോട്ടുള്ള ട്രാവൽ എക്സ്പെൻസ്, കാരണം എൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ്. ഇപ്പോൾ ആലപ്പുഴ പതിരാപ്പള്ളി സൈഡിലാണ്. ബസ്സിന് പോയൊരു 40 രൂപ, അതിൽ കൂടുതലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സർവീസ് ആയിരുന്നു. എനിക്ക് നല്ല പ്രോപ്പർലി ഡ്രൈ ക്ലീൻഡ് ഡ്രസ്സാണ് കിട്ടിയത്. എൻ്റെ ഫൈനൽ ഔട്ട് ഇങ്ങനെയായിരുന്നു. അമ്മയുടെ ഫൈനൽ ഔട്ട് ഇങ്ങനെയായിരുന്നു. വി ബോത്ത് ലുക്ക് ഗ്രേറ്റ് ടുഗെദർ ഇൻ റെൻറ്റഡ് ഔട്ട്ഫിറ്റ്സ്. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം ഭയങ്കര റീസണബിൾ ആയിരുന്നു എന്ന് തോന്നി. നമ്മൾ രണ്ടുപേരും റെൻ്റ് ഔട്ട് ഡ്രസ്സ് ഇട്ടതിൽ ഐ എം വെരി പ്രൗഡ്, ഐ എം വെരി ഹാപ്പി. ആസ് ഇൻ ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 കൊല്ലം ആയിട്ടുള്ളൂ ഇത് ട്രെൻഡിലേക്ക് വന്നിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ കോട്ടയത്ത് ഒരു സ്റ്റോർ തുടങ്ങി ഞാൻ കണ്ടു. അതുപോലെ മൂവാറ്റുപുഴ സൈഡിലൊക്കെ ഒത്തിരി, കോലഞ്ചേരി ഈ സൈഡിലൊക്കെ ഒത്തിരി പേജസ് ഞാൻ കല്യാണം കഴിഞ്ഞ് കണ്ടു തുടങ്ങി. എനിക്ക് പിന്നെ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ കുറച്ച് പാടായിരുന്നുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളത് ഡിറ്റർമൈൻഡായിട്ട് അതിന് വേണ്ടി ഇറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാനും കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഫീൽ ചെയ്തിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാം ത്രൂ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓൺലൈനും മറ്റൊന്ന് മറിച്ചാന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഐ വാസ് ഡിപ്രസ്ഡ്. നടക്കുമോ ഇല്ല സാർ, ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചു വല്ല ബൊട്ടിക്കിൽ തന്നെ പോയി റെഡിമെയ്ഡ് ഇത്രയും 10,000 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുമോ എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ഐ മെയ്ഡ് ഇറ്റ്. ഇതിനകത്ത് വേറെ സാർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പം എനിക്ക് പൊതുവെ അത് ഇഷ്ടമുള്ള ആളാണ്, ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു 5 ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 3 ഫ്ലോപ്പായിരുന്നു. 2 മാത്രമാണ് ഞാൻ വിചാരിച്ച പോലെ വരിക. പക്ഷേ ആ 2 വന്നതും എനിക്ക് കോസ്റ്റ് ഒരു പൊട്ടിക്കിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ കോസ്റ്റായി. അതുകൊണ്ട് തന്നെ അതൊരു ബാഡ് ഐഡിയ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പായിട്ടും അതാണ് ബെറ്റർ. കാരണം ഇത് കഴിയുമ്പോൾ നമുക്ക് ആ ഡ്രസ്സ് ചെയ്യാമല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു പെർട്ടിക്കുലർ ഒരു സൽവാർ തയ്പ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് പെർമിറ്റ് 1800 ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹി ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് റോ മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയൽ എടുത്തപ്പോൾ എനിക്ക് 500 ആണ് പെർ മീറ്റർ ആയത്. അതുകൊണ്ട് തന്നെ ഡൽഹി വാസ് എ ഗുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈറ്റ് ഗൗൺസ് ഡൽഹിയിൽ അവൾ ത്രൂ പരതാൻ തുടങ്ങി. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഡൽഹിയിൽ അത്യാവശ്യം റേറ്റ് കൂടുതലായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയും പരതാം. റെൻ്റ് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം, നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ, ഡൽഹി പോലെ നല്ല ഓപ്ഷൻസാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ നമ്മളൊരു മിനിമൽ ടൈപ്പ് വൈബ് ആഗ്രഹിക്കുമ്പോൾ മറ്റേ ചിലപ്പോൾ നമുക്ക് ടൂ മച്ച് ആയിരിക്കാം. പിന്നെ ട്രസ്റ്റ് മീ, നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ നമുക്ക് റീസണബിളായിട്ട് സാധനം കിട്ടും. നമുക്ക് പ്രസൻറ്റബിളായിട്ട് ഹാപ്പി ആയിട്ട് കല്യാണത്തിൽ നിൽക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. സോ നമ്മുടെ ജനറേഷനല്ലേ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് റെൻ്റ് ഔട്ട്നെസ് പ്രൊമോട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് കല്യാണത്തിന് നമ്മുടെ ഡ്രീമിൽ തന്നെ റെൻ്റ് ഔട്ട് ചെയ്ത ഡ്രസ്സിൽ നിൽക്കാൻ പറ്റും. നമ്മുടെ ഒരു നമ്മൾ ഡ്രീം ചെയ്ത ലുക്ക് നമുക്ക് നമ്മുടെ റെൻ്റ് ഔട്ട് ഡ്രസ്സ് തരും. അറ്റ്ലീസ്റ്റ് എനിക്ക് തന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ പെർട്ടിക്കുലർ സ്റ്റോഴ്സ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത വോ ബ്രൈഡൽ റെൻ്റൽസ്, ഫിഗ ബൈവ ആൻഡ് ഏഞ്ചലിക് ബ്രൈഡൽ ബൊട്ടിക്, ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ കൊടുത്തേക്കാം. ദെൻ പോഷിൻ്റെ ഓഫ്കോഴ്സ് പോഷ് നാളെ എടുത്ത പോഷ്, ഗ്രൂം സബ്, ഇത്രയും സാധനങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ ലൈക്ക് ഈവൻ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ടെക്സ്റ്റ് മീ ഓൺ ഇൻസ്റ്റഗ്രാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ മെൻഷൻ ചെയ്തേക്കാം. സോ ഐ തിങ്ക് എവിടെയെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുന്നു. ബിക്കോസ് എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവണമെന്ന്. ഈവൻ ചിലപ്പോൾ ഇത് 200 വ്യൂ 300 വ്യൂ 3 വ്യൂ ഒക്കെ വരുള്ളൂ. എന്നാലും കുഴപ്പമില്ല. കുറേ കാലം കഴിയുമ്പോൾ ഞാൻ ഫേമസ് ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഞാൻ ഇനിയും കോണ്ടൻസ് ഇടും. ലൈക്ക് എൻ്റെ വെഡിങ് ഔട്ട്ഫിറ്റ് എത്ര രൂപയായി, ഓരോ പെർട്ടിക്കുലേഴ്സ്, ലൈക്ക് ഈവൻ തോ ഞാൻ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതിൻ്റെ സ്ട്രഗ് അതും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ എൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഡു ലൈക്ക്, ഡു വാച്ച് മൈ വ്ളോഗ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.